ദർശനത്തിനായി കണ്ണൂരിൽ നിന്നെത്തിയ രേഷ്മയും ഷാനില സതീഷും ഭക്തരുടെ പ്രതിഷേധ വലയത്തെ തുടർന്ന് തോറ്റുമടങ്ങി. ഇത് ഭക്തരുടെ വിജയമാണെന്ന് തന്നെ പറയാം. എന്നാൽ പോലീസ് ഇതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ ദർശനം നടത്തി മടങ്ങാമെന്ന് കരുതി വന്ന യുവതികൾക്കാണ് പോലീസും ഭക്തരും ചേർന്ന് പണി കൊടുത്തിരിക്കുന്നത്. നീലിമലയിലാണ് ഇവരെ ഭക്തജനങ്ങൾ ആദ്യം തടഞ്ഞത്. മടങ്ങിപ്പോകില്ല എന്നും വ്രതം നോറ്റാണ് എത്തിയതെന്നും യുവതികൾ അറിയിച്ചുവെങ്കിലും ഭക്തരുടെ പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു. തുടർന്ന് യുവതികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പോലീസും തുടർന്നു. ഭക്തരുടെ വികാരം മനസ്സിലാക്കി സുരക്ഷയ്ക്ക് എത്തിയത് മുതൽ പോലീസ് തിരിച്ചിറങ്ങാം എന്ന നിർദ്ദേശമാണ് അവർക്ക് മുന്നിൽ വച്ചത്. മുകളിലേക്ക് പോയാൽ സംഘർഷ സാധ്യതയുണ്ട്. പോലീസ് ഇതവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. 7 പുരുഷന്മാർക്കൊപ്പമാണ് യുവതികൾ എത്തിയത്. എന്നാൽ അവർക്കാർക്കും തന്നെ ഇവരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. കൂടുതൽ ഭക്തർ പ്രതിഷേധവുമായി നീലിമലയിലേക്ക് എത്തിയതോടെയായിരുന്നു രംഗം വഷളായി തുടങ്ങിയത്. പുലർച്ചെ 4:30യോടെയാണ് 2 യുവതികളടങ്ങുന്ന 8-അംഗ സംഘം പമ്പ കടന്ന് നടന്നു തുടങ്ങിയത്. എന്നാൽ ആദ്യം ആരും തന്നെ ഇവർ യുവതികളെന്ന് തിരിച്ചറിഞ്ഞില്ലായിരുന്നു. നീലിമലയിലെ വാട്ടർ ടാങ്കിന് സമീപത്ത് എത്തിയതോടെയാണ് 5 പേരടങ്ങുന്ന ഭക്തരുടെ സംഘം 6ഓളം പുരുഷന്മാരുമായി എത്തിയ ഇവരെ മനസ്സിലാക്കിയത്. തുടർന്ന് ശരണം വിളിച്ച് പ്രതിഷേധം തുടങ്ങി. തുടക്കത്തിൽ കുറച്ച് പോലീസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ പോലീസ് എത്തി ഇവർക്ക് സുരക്ഷാ വലയം തീർക്കുകയായിരുന്നു. പോലീസ് സുരക്ഷയ്ക്കായി എത്തിയ ഉടൻ തന്നെ തിരിച്ചിറങ്ങാം എന്ന നിലപാട് അവരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അവർ ഒരു വിധത്തിലും അതിന് സമ്മതിച്ചിരുന്നില്ല. കണ്ണൂരിൽ നിന്നുമുള്ള 8-അംഗ സംഘത്തോടൊപ്പമാണ് ഇവർ മല കയറാൻ എത്തിയത്. സംഘത്തിൽ 6 പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത്. പോലീസ് എത്തിയത് മുതൽ ഇവരോട് തിരിച്ചിറങ്ങുന്നതാണ് നല്ലതെന്ന് അറിയിക്കുകയായിരുന്നു. ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്നും പോലീസ് ഇവരെ ബോധ്യപ്പെടുത്തി. കാരണം നിരോധനാജ്ഞ പിൻവലിച്ചതിനാൽ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും യുവതികളെ മലയിറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് എങ്ങനെയായാലും നടപ്പിലാക്കിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് പിടിവാശിയുമായി നിലയുറപ്പിച്ച രേഷ്മ നിശാന്തിനെയും ഷാനില സതീഷിനെയും പോലീസ് ബലം പ്രയോഗിച്ച് മലയിറക്കിയത്. പുലർച്ചെ 4 മണിയോടെ മലകയറ്റം ആരംഭിച്ച ഇവരെ നീലിമലയിൽ വെച്ചാണ് ആദ്യം ഭക്തർ തടയുന്നത്. പ്രതിഷേധം 3.5 മണിക്കൂറോളം നീണ്ടുനിന്നു. തിരിച്ചിറങ്ങാൻ യുവതികൾ തയ്യാറാകാതെ നിന്നതോടെ ഇവരെ പോലീസ് വലിച്ചിഴച്ച് ബലം പ്രയോഗിച്ച് താഴെ ഇറക്കുകയായിരുന്നു. 3.25 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പമ്പയിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇവരെ ആദ്യം കൊണ്ടുപോയി. യുവതികളെയും കൂടെ പുരുഷന്മാരെയും പോലീസ് പമ്പയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് പ്രതിഷേധക്കാർ ആഹ്ലാദാരവങ്ങൾ മുഴക്കി. പോലീസ് തന്നെ നേരിട്ട് യുവതികളെ താഴെയിറക്കിയതിനാൽ ഭക്തരും പോലീസിനോട് മുഴുവൻ പിന്തുണയും നൽകി. പിന്നീട് അവിടെ നടന്നത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. നേരത്തെ ശബരിമല കയറാനെത്തി മടങ്ങിയ കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷാനില സതീഷുമാണ് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന സംഘത്തിലെ പ്രവർത്തകർക്കൊപ്പം മല കയറാൻ എത്തിയത്. പുലർച്ചെ 4:30യോടെ പമ്പയിൽ നിന്ന് മല കയറാൻ തുടങ്ങിയ യുവതികളെ നീലിമലയിൽ വെച്ചാണ് പ്രതിഷേധക്കാർ ശരണം വിളിച്ചുകൊണ്ട് തടഞ്ഞത്. ആദ്യം പ്രതിഷേധം നടത്തിയ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും രംഗം വഷളാകുന്നുവെന്ന് കണ്ട അവരെ തിരിച്ചിറക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ കൂടുതൽ പേരെത്തി പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് യുവതികൾക്ക് ചുറ്റും വലയം തീർത്തു. തുടർന്ന് മലയിറങ്ങുന്ന തീർത്ഥാടകർ പ്രതിഷേധവുമായി തടിച്ചുകൂടിയതോടെ യുവതികളെ മലയിറക്കാതെ നിവർത്തിയില്ല എന്നായി. പ്രതിഷേധക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നതിനെ തുടർന്ന് പോലീസ് അവരെ അനുനയിപ്പിച്ച് തിരിച്ചിറക്കാൻ ശ്രമിച്ചു. ആവശ്യത്തിന് സുരക്ഷ നൽകാനോ ദർശനത്തിന് യുവതികൾക്ക് വഴിയൊരുക്കാനോ പോലീസ് തയ്യാറായില്ല. അവർ ഭക്തർക്കൊപ്പം നിന്നു. കൂടുതൽ പോലീസ് രംഗത്തെത്തി. യുവതികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദർശനം നടത്തിയേ മടങ്ങൂ എന്നായിരുന്നു അവരുടെ നിലപാട്. നിരോധനാജ്ഞ പിൻവലിച്ചതിനാൽ ആളുകൾ അതിവേഗം കൂട്ടം കൂടുകയും ചെയ്തതോടെ പോലീസ് പ്രത്യേക വാഹനത്തിൽ ഇവരെ പമ്പയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.